ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വെത്തൽ മീൻ കറി ആയിട്ടാണ് കേട്ടോ. ഈ വെത്തൽ കാണാനും കഴിക്കാനും നല്ല രസമാണ്, പക്ഷെ അത് മുറിച്ചെടുക്കണമെങ്കിലുള്ളൊരു പാട് ചില്ലറല്ല അല്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെ മുറിച്ച് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ കൂടെ പോകുന്നോളെ. ഞാൻ ആദ്യം ഒരു ചെറിയ ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ പാർന്ന് ഒരു 10-20 ചെറിയ ഉള്ളി അങ്ങനെ ആ വെളിച്ചെണ്ണയൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലൊന്നുണ്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ടുണ്ട് മൂക്കണ്ട, എന്നാലും നന്നായിട്ട് മൂക്കണം. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച 2 തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ആ തക്കാളിയും ചെറിയ ഉള്ളിയും ഒക്കെ ഒന്ന് നല്ലുണ്ട് വെന്ത് വരട്ടെ. അപ്പോൾ രണ്ടും നല്ല വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും മിക്സ് ചെയ്യുക. നല്ല മിക്സ് ചെയ്തിട്ട് നല്ല ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്നങ്ങോട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മളെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. നമ്മൾ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്പുകൾ നോക്കിയാലോ. ചട്ടി വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ പാർന്ന് കുറച്ച് കടുകിട്ട് ആ കടുക് ഒന്നിങ്ങനെ പൊട്ടി വരുമ്പോൾ ഒരിത്തിരി പേരിന് മാത്രം കുറച്ച് ഉലുവ, തോനടരുത് കഴിച്ചോവും, കുറച്ച് ഉലുവ. അപ്പോൾ ഒക്കെ ഒന്നുകൊണ്ട് പൊട്ടി ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടി അണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി അണ്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇങ്ങോട്ട് മൂത്ത് വരട്ടെ. മൂത്ത് വരിക മീൻസ് നല്ല ഒന്നുകൊണ്ട് ആ പച്ചമണമൊക്കെ ഉണ്ട് വിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ, അതാണ്ട് പാർന്ന് കൊടുക്കണം. അത് പാർന്ന് കൊടുത്തിട്ട് ആ ചട്ടിയിൽ തന്നെ കുറച്ച്, ചട്ടിയല്ല പാത്രമാണ്, ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം പാർന്നുകാണ്ട് അതിൽ പാരാം. അപ്പോൾ ഇതൊക്കെ ഒന്നുകൊണ്ട് തിളച്ച് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ അതിലേക്ക് പാർന്നത് കുറച്ച് പുളിയാണ്. പുളിയാണ്ട് പാർന്ന് പിന്നെ നമ്മൾ ഈ കറിക്ക് ഇതുവരെ ഉപ്പിട്ടിട്ടില്ലേന് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും അണ്ട് ഇട്ട് കൊടുത്തു. അതും അങ്ങനെ അത് തിളച്ച് വന്നപ്പോൾ നമ്മൾ മീൻ മുറിച്ച് വെച്ചതണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വെത്തൽ ഇട്ടേക്ക് മാത്രമാണ് ഇളക്കി കൊടുക്കേണ്ടത്, വല്ലാതെ ഇളക്കാൻ നിൽക്കണ്ട, അണ്ട് ഉടയും. അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് ജസ്റ്റ് ഇപ്പോൾ ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളെ കറി ഇവിടെ ഏകദേശം നല്ല സെറ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചപ്പ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ അടിപൊളി വെത്തൽ കറി. അപ്പോൾ ഇനി വല്ലാതെ അങ്ങോട്ട് കയ്യിലിട്ടാണ്ട് ഉടക്കാൻ നിൽക്കണ്ട. നമ്മളെ വെത്തലൊക്കെ നല്ല വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കറിയാണ്, എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെ സെറ്റല്ലേ? ബായ്.